വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഓണം മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കൺസീലറോ അതുപോലെ തന്നെ ഫൗണ്ടേഷനൊന്നും വേറെ ഇടുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ ഇത് നമ്മൾ ക്ലിയർ സ്കിന്നിൻ്റെയാണ്. ക്ലിയർ സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മുഖത്തൊരു പാട് പോലും ഇല്ലാത്ത, പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത, നല്ല ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ കുറച്ച് ഗ്ലോയൊക്കെയുള്ള സംഭവമാണ് ഈ പറയുന്ന ഇത്. അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടി ഫസ്റ്റിൽ നമ്മൾ ആദ്യം ചെയ്യണം. ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് അതൊന്ന് ജസ്റ്റ് അഴിച്ചു കളഞ്ഞാണ് മേക്കപ്പ്. കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ടത് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ ത്രെഡ്. ഇപ്പോൾ ഉദാഹരണം ഒരു ഡിഫറെൻറ്റ് ലുക്ക് കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, ഇപ്പോൾ ഓണത്തിന് ഇപ്പോൾ ഹെയർ സ്റ്റൈലാണെങ്കിൽ എന്നും എങ്ങനെയാണ് നിങ്ങൾ ഹെയർ സ്റ്റൈൽ കൊടുക്കുന്നത്, അത് വേറെ ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ട് കൊടുക്കാൻ നോക്കുക. അത് ഓണത്തിനപ്പോൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഐബ്രോസാണ്. ഇപ്പോൾ ചിലർ ഓണം വർഷങ്ങളായിട്ട് ചെയ്യാത്തവരുണ്ടാവും. ഭയങ്കര പെയിൻഫുൾ അല്ലേ, അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കാട് പോലെ ഇരിക്കുന്ന അവരുടെ കണ്ടിട്ടില്ലേ. സോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗിയാണ്. ഇപ്പോൾ എന്നും ത്രെഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓണത്തിന് ത്രെഡ് ചെയ്യാതിട്ടിട്ട് ഐബ്രോസൊക്കെ വരയ്ക്കുവാണെങ്കിൽ വേറൊരു ലുക്കായിരിക്കും. ഇപ്പോൾ ത്രെഡ് ചെയ്തിട്ട് നമ്മളെന്തായാലും ഇപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇവിടെ കുറച്ചൊക്കെ ഇനി രോമ ഇല്ലാത്ത ഇഷ്യൂ ഉള്ളവർക്കും ഇത് ഐബ്രോ പെൻസിലുകൊണ്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ADSൻ്റെ ഐബ്രോ പെൻസിലാണ്. ഒന്നെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതാണുള്ളെങ്കിൽ ഇത് വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഐബ്രോയുടെ ജെല്ല് കിട്ടും, ഇങ്ങനത്തെ മോഡൽ. ഇതിൻ്റെ വിത്ത് അതിൻ്റെ കൂടെ ഒരു ബ്രഷും ഉണ്ട്. ഇതാണ് കണ്ടോ, ഇതാണ് ബ്രഷ്. പിന്നെ ഈ ബ്രഷും ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കാനുള്ള സംഗതിയാണ്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ചൂസ് ചെയ്യാം. ഇത് എൻ്റെ 24 hours ലോങ് ലാസ്റ്റിംഗ് ഐബ്രോ ജെല്ലാണ്. ഇത് ADSൻ്റെ ഐബ്രോ പെൻസിലായിരിക്കും. കുറച്ചുകൂടി പെട്ടെന്ന് വരച്ചിട്ടൊക്കെ ഓടാനുള്ള. ഇത് നമ്മൾ കുറച്ചുകൂടെ മിനിക്ക് പണിയൊക്കെ വേണം, എല്ലാ സെലിബ്രേഷൻ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇത് ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ജെല്ലാട്ടോ, ഇത് ബ്ലാക്ക് ജെല്ല്. സോ ഇത് നേരത്തെ എൻ്റെ മേക്കപ്പ് വീഡിയോയിലൊക്കെ കണ്ടു കാണും. സോ ഇത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും. കണ്ടോ, നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇനിയും നിങ്ങൾക്ക് ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഐബ്രോ പ്രസ്സിൽ വെച്ച് യൂസ് ചെയ്യാവുന്ന കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതുകൂടാതെ കണ്ട ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇപ്പോൾ കണ്ട ഇതും ഇതും കൊണ്ടൊക്കെ ഉണ്ടാകും വ്യത്യാസം. കണ്ടോ, ഒരു നാച്ചുറൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് എഴുതിയിട്ടുണ്ടെന്ന് ചിലപ്പോൾ തോന്നും, കട്ടയിട്ടൊക്കെ എഴുതിയെങ്കിൽ തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഓക്കെ ആക്കാം. പിന്നെ ഈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇത് കണ്ടോ ബ്രഷ്, ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് റെഡിയാക്കി നിർത്തുക. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ റെഡിയാക്കി നിർത്തിയിട്ട് ഇങ്ങനെ ഇതാ. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, ഈ ഒരു പിരികവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നല്ല ഭംഗിയായിരിക്കുന്നതാണ് കേട്ടോ. വീതിയുള്ള പിരികൊക്കെ എഴുതാനാണെങ്കിലും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ ഇത് അപ്പോൾ അത് ഓക്കെ ആയില്ലേ, രണ്ട് പിരികം ഓക്കെ ആയില്ലേ. അപ്പോൾ അത് സെറ്റ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കാഷ്വലി കണ്ണ് എഴുതാറില്ല. കാര്യം കണ്ണിൻ്റെ ഉള്ളിൽ എഴുതി എനിക്ക് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന ഒരു ഇതുള്ളതുകൊണ്ട് ഉള്ളിൽ എഴുതാറില്ല. അങ്ങനെ ഫംഗ്ഷന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് ഐലൈനർ ആയിരിക്കും. ഇത് നമുക്ക് എല്ലാവരുടെയും കയ്യിലും കാണുന്നു ഐലൈനറാണ് ഉള്ളത്. എടുത്ത് വയ്ക്കാനൊക്കെ മാറും. സാധാരണ ഇത് ബ്ലൂ ഹെവൻ്റെ അൾട്രാ ബ്ലാക്ക് ഐലൈനറാണ് ഇത്.
പിന്നെ ഉള്ള ഐലൈനർ ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചൊരു ഐലൈനറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഐലൈനർ ആണെന്ന് ഓർത്താട്ടോ ഞാൻ മേടിച്ചത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഗതി. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബ്ലാക്ക് ആണെങ്കിലും ഇതുകൊണ്ട് എഴുതി കഴിയുമ്പോൾ ഇല്ലേ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ തിളക്കമായിരിക്കും. സെലിബ്രേഷൻ മോഡ് മൊത്തത്തിൽ തിളക്കം വന്നിട്ട് ആ ഗിൽറ്റ് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഗിൽറ്റ് ഈ കണ്ണിൻ്റെ ഉള്ളിൽ പോയി പ്രശ്നവും കഴുകിയിട്ടും പോകാത്ത അവസ്ഥയാണ്. പിന്നെ ഞാനിത് യൂസ് ചെയ്യാറേ ഇല്ല. അപ്പം അതാണ് സംഭവം. നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ വേണമെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാണിക്കാം കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും നിങ്ങൾ ഐലൈനർ എഴുതുന്ന ആളാണ്, ഇപ്പം നിങ്ങൾ കട്ടിയായിട്ട് ആണ് നിങ്ങൾ എന്നും എഴുതുന്നെങ്കിൽ അങ്ങനെ എഴുതണ്ട. കാര്യം കുറച്ച് നേരിയതായിട്ട് എഴുതാൻ നോക്കുക. എന്നും നമ്മൾ ആൾക്കാരെ ഇപ്പം നിങ്ങൾ കട്ടിയുള്ളതായിട്ട് എഴുതുന്നത് എന്നും ആൾക്കാർ കാണാം. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് ആയിക്കോട്ടെ എന്നോട്ട് കട്ടി കുറച്ച് എഴുതാൻ നോക്കുക. എന്നിട്ട് ജസ്റ്റ് വാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുക, അല്ലെങ്കിൽ അടിയിൽ കൂടെ എഴുതിയിട്ട് ജസ്റ്റ് വാലോ അങ്ങനെ എഴുതാനായിട്ട് നോക്കുക. ഇതിപ്പോൾ നമുക്കൊരു കട്ടിയായിട്ട് എഴുതിനെ എന്നിതുവരെ കട്ടിയായിട്ട് എഴുതിയിട്ട് കണ്ടിട്ടില്ലല്ലോ. സോ കട്ടിയായിട്ട് നമുക്ക് നോക്കാം. സോ നേരിയതായിട്ട് എഴുതുന്ന ആൾക്കാർ സെലിബ്രേഷൻ മൂഡിലൊക്കെ വരുമ്പോൾ കട്ടിയായിട്ട് എഴുതാൻ നോക്കുക. ഇത് 5 മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇത് ഗിൽറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കി. വേണമെങ്കിൽ ഇങ്ങനെ വരട്ട് കൊടുക്കാം. തെറ്റിച്ച് മോളെ പീലി ഇപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് കാലം തൂത്തുകളെ നോക്കാം. ഇപ്പോഴത്തെ കണ്ണുണ്ട്. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴാണ് ആ ഗിൽറ്റി ഫീൽ വരുന്നത്. പിന്നെ ഇത് എഴുതിയതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐലാഷ് ഒന്ന് കവർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്കാര ഉണ്ടെങ്കിൽ അതുകൊണ്ട് യൂസ് ചെയ്യാം. മസ്കാര ഉണ്ടെങ്കിൽ അത്ര നല്ലതാട്ടോ. കാര്യം ഇപ്പം എഴുതിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇത് എഫക്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ് കൺപീലിയിൽ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കത് മസ്കാരോ ഓർമ്മയില്ല, ഇതിൻ്റെ പേരൊക്കെ പോയി. ഇത് ജസ്റ്റ് ഒക്കെ കൊടുക്കാം. സോ അപ്പോൾ അങ്ങനെ ഇനി നിങ്ങൾക്ക് താഴെ എഴുതണമെങ്കിൽ ഇതുപോലത്തെ ഐബ്രോ പെൻസിൽ ഞാൻ പറഞ്ഞല്ലോ ADSൻ്റെ ഐബ്രോ പെൻസിലുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് എഴുതാം. ഇഷ്ടമല്ലാത്തവർ എഴുതാം, സ്കിപ്പ് ചെയ്തേക്കും. ഇതും എഴുതി നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക
ലെൻസ് ഉണ്ടെങ്കിൽ, സോ നിങ്ങൾ ഏത് ഡ്രസ്സാണ് അല്ലെങ്കിൽ സെറ്റ് സാരി ആണെങ്കിൽ സെറ്റ് സാരിക്ക് അനുസരിച്ചിട്ടുള്ള ബ്ലൗസ്, അപ്പോൾ ആ ബ്ലൗസിനനുസരിച്ചിട്ടുള്ള ലെൻസ് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ കളർ അനുസരിച്ചുള്ള ലെൻസ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇപ്പം നമ്മുടെ ഫേസിന് നമ്മൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് കോസ്റ്റ്യൂം ഏതാണ് അതനുസരിച്ചുള്ള ലെൻസ് ഫേസിന് ചേരുന്നതും ഉള്ളത് ചൂസ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ചൂസ് ചെയ്യുന്നത് സിമ്പിളാണ്. സോ കോമ്പാക്ട് പൗഡറാണ്. ഇതാണ് കോമ്പാക്ട് ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽ പ്രസ് SPF 24 ഒക്കെ ഉള്ളതാണ്. ഇത് ഞാൻ അവിടെ നിന്ന് സ്മിറ്റണിൽ നിന്ന് വാങ്ങിച്ചാന്ന് തോന്നുന്നു. ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഹോൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുത്തിട്ട് കോമ്പാക്ട് പൗഡർ ചേരുന്നത് എടുക്കുക. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് തുടങ്ങണതിന് മുമ്പ് ഇത് ചെയ്തിട്ട് വരാം. ഇത് എവിടെയൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ മുഖത്തിടുവാണെങ്കിൽ അത് എന്ത് സാധനമായാലും, ക്രീമാണേലും ഈ പറഞ്ഞ ഫൗണ്ടേഷൻ ആണെങ്കിലും, ഫൗണ്ടേഷൻ ഇല്ലല്ലോ ഇല്ല അല്ലെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ അടിയിലും കൂടെ എന്നാലേ ഫൗണ്ടേഷൻ അപ്പം അങ്ങനെ ഒരു ഇത് കിട്ടിയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതൊരു ഫുള്ളും ഫുണ്ടത്തൊക്കെ കിട്ടും. ഫുള്ള് നമ്മൾ കവർ ചെയ്തു. ഇനി അതിന് ശേഷം ചെയ്യുന്നത് ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഹൈലൈറ്റർ എടുക്കുക. ഹൈലൈറ്റർ എടുത്തിട്ട് സോ ഇങ്ങനൊരു ചെറിയ ഇതാണ്. ഹൈലൈറ്റർ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് നോക്കിയിട്ട് ചെയ്യാം. ഇത് മേടിച്ചപ്പോൾ കൂടുതലും ഈ ഗിൽറ്റി അല്ലാത്ത നോക്കുക, കുറച്ചുകൂടെ ഇതായിരിക്കും. വരാതെ എടുക്കുക. സോ ഈ മൂക്കിൻ്റെ പാലത്തിൽ ഇടുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ഗ്ലോ ആണെന്ന് വിചാരിക്കുള്ളൂ. സോ നമ്മളൊരു സിമ്പിൾ മേക്കപ്പ് അല്ലേ, ക്ലിയർ സ്കിന്നിന് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വിചാരിക്കുള്ളൂ. ഇപ്പം അല്ല, കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ബ്ലഷൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഈ മൂക്കിൻ്റെ താഴത്തെ ഈ ചുണ്ടില പൊക്കത്തായിട്ടുള്ള കോർണറിൽ, പിന്നെ ഇവിടെ, പിന്നെ നമ്മൾ ആ പൊട്ട് തൊടുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരും. പിന്നെ വേണമെങ്കിൽ സോ ഗിൽറ്റി ആണെങ്കിൽ സോ യു ക്യാൻ യൂസ് ദിസ്, ഈ കണ്ണിൻ്റെ പൊക്കത്തേക്ക് ഇടും. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഈ ബ്രഷ് ആയതുകൊണ്ടായിരിക്കും. അധികം ഗിൽറ്റി ആയോ, ഈ ബ്രഷ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് നമ്മൾ ഈ ചെവിയിലും കൂടെ തൂത്ത് പിടിപ്പിക്കും, കോമ്പാക്റ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഫൈനൽ സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഡാസ്ലറിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇപ്പം നമുക്ക് ഐ ഷാഡോ ഇല്ല എങ്കിൽ നമ്മൾ ചുണ്ടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് കണ്ണിൻ്റെ പൊക്കത്ത് തേക്കുക. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് കളർ ബ്ലൗസാണ് സെറ്റ് സാരിക്ക് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് കണ്ണിൻ്റെ പൊക്കത്തേക്ക് തേച്ച് പിടിപ്പിക്കും. ഇതെല്ലാം നിങ്ങളുടെ ഷെയ്ഡ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്. കൂടുതലും നല്ല റെഡൊക്കെ, ഇത് ബ്രൗണാണ് ഞാൻ അടിക്കാൻ പോകണം, നല്ല റെഡൊക്കെ അടിക്കുവാണെങ്കിൽ കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുതൽ കിട്ടും.
അത് ഇപ്പം മേക്കപ്പ് ചെയ്ത ആളായാലും ചെയ്യാത്ത ആളായാലും അങ്ങനെയാണ്. നല്ല റെഡ്, ചില്ലി റെഡൊക്കെ ഇല്ല അത്. ഇതിപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാ എൻ്റെ ഷെയ്ഡിൻ്റെ ഇത് കാണാൻ പറ്റുന്നില്ല. DL CO29 അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. നല്ലതാട്ടോ, നല്ല ഷെയ്ഡാട്ടോ, നമുക്ക് ചെയ്യും. ഇതിപ്പോൾ ഒരു ഫേസ് സ്കിൻ ടോൺ ആണെങ്കിലും ഡസ്കി ആയാലും ഇത് എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണും ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ ഇത് കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടുതലിടുമ്പോൾ, ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കൂടുതലിടുമ്പോൾ നമുക്ക് ഈ പടരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ലിപ് ലൈനർ യൂസ് ചെയ്യാം. ലിപ് ലൈനറിൻ്റെ അപ്പുറത്തേക്ക് ഓടണം അതെടുക്കാനായിട്ട്. സോ ജസ്റ്റ് മഡ്ജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രത്യേക ഭംഗിയുണ്ടാവും. നമുക്ക് വേറെ ഷെയ്ഡാണ്. ഇപ്പോൾ ഇതൊരു ഹൂഡ ബ്യൂട്ടി ലിപ്സ്റ്റിക്കാണ്. സോ ഇതിൻ്റെ കളർ വന്നിട്ട് ഇതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കണ്ണിൻ്റെ മുഖത്തേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. അയ്യോ, ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നല്ല രസമുണ്ട്. അയ്യോ, റെഡ് ചൂസ് ചെയ്യാനായിരിക്കും നല്ലത്. റെഡ്, പിങ്ക് ഒക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതാണ്. പിന്നെ പൊട്ട് വേണ്ടവർക്ക് അപ്പോൾ ഇതാണ്. സോ ഫൈനൽ ലുക്ക്. സോ എനിക്ക് മുടി കെട്ടുന്നത് എനിക്ക് അത്രയില്ല, എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ചു. സോ ഇവിടെ നിന്ന് എടുത്തിട്ട് കെട്ടിയിട്ട് ഇവിടെ നിന്ന് രണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് മുല്ലപ്പൂ ആ പോണിറ്റേൽ പോലെ കെട്ടിയതിൻ്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുറകിൽ നിന്നാണ് നല്ല ഭംഗിയുണ്ടാവും. സോ എനിക്ക് തോന്നുന്നു അയച്ചിട്ടൊക്കെ നല്ല കണ്ട. നോർമലി പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളെന്താ കണ്ണ് എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഇത്. പിന്നെന്താ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. സോ ഇതാണ് ക്ലിയർ സ്കിന്നിന് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ക്ലിയർ സ്കിന്നല്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സോ നമ്മളൊരു ബ്ലാക്ക് ഇതിൻ്റെ ഒരു ജീൻസിൻ്റെ ഒരു ടോപ്പാണ്. അപ്പോൾ അതാണ് ചൂസ് ചെയ്തത് തൽക്കാലത്തേക്ക്. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ചൂസ് ചെയ്യുമ്പോൾ, ഗോൾഡിൽ ബ്ലാക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിൽവർ ജിംക്കുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. സിൽവർ ബാംഗിൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇതെനിക്ക് അത്ര എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോഴൊക്കെ മുടി കിട്ടുമ്പോൾ ഓക്കെയാണ്. മറ്റേ ഫാനിട്ടേക്കൊണ്ട് മൊത്തം പാർക്കും. ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുക മുടി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സോ നമുക്കിത് പെട്ടെന്ന് തോന്നുമ്പോൾ ഇതെന്താ നോർമലാണ്, മേക്കപ്പ് ഇല്ല. സോ അതുപോലെ തന്നെ ഗ്ലോ ഉണ്ട്. പിന്നെ ഇത് കണ്ടമാനം നമ്മൾ ഈ പറയുന്ന തിരികത്തിലൊന്നും നമ്മൾ വരച്ചു വെച്ചിട്ടില്ല. പിന്നെ അടിയിൽ എഴുതുന്നവർക്ക് അടിയിൽ എഴുതാം. സോ എനിക്ക് അടിയിൽ എഴുതിയ കണ്ണിന് വെള്ളം വരും, അത് ഞാൻ എഴുതാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ.